പ്രിയപ്പെട്ടവരെ, ന്യൂസ് ബസ്സിൽ വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇടുക്കി പൂപ്പാറയിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തമിഴ്നാട് സ്വദേശിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വനംവകുപ്പ് ധനസഹായം നൽകും. ആദ്യഗഡു 5 ലക്ഷം രൂപ ഇന്നു തന്നെ കൈമാറും. 4 ലക്ഷം രൂപ റവന്യൂ വകുപ്പും നൽകും. ഉടുമ്പൻചോല MLA-യുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഖേദകരമായ സംഭവമാണ് നടന്നത്, ഒരു മരണം. അതിൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ചേർന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ബന്ധുക്കൾ തൃപ്തരായോ? ഷിഹാസ്, ഇന്ന് രാവിലെയാണ് ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപം ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒച്ചുതേവർക്ക് ജീവൻ നഷ്ടമായത്. പിന്നാലെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. അതിന് കാരണമായി പറയുന്നത്, പരിക്കേറ്റ് ആദ്യം പൂപ്പാറയിൽ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ബന്ധുക്കളുടെ അനുമതിയില്ലാതെ ഒച്ചുതേവരെ തേനിയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നതായിരുന്നു. തേനി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ സർക്കാർ നൽകില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധം ഉണ്ടായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത്, അതായത് ബോഡിമേട്ടിന് സമീപമാണ് നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധിച്ചത്. 2 മണിക്കൂർ ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഉടുമ്പൻചോല MLA ആയിട്ടുള്ള സേനാപതി വേണു സംഭവ സ്ഥലത്തെത്തി ബന്ധുക്കളുമായി സംസാരിച്ചു. ആ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. അതായത് 10 ലക്ഷം രൂപ വനംവകുപ്പ് ധനസഹായം നൽകും. ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ വരെ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും. 4 ലക്ഷം രൂപ വനംവകുപ്പും നൽകും. അങ്ങനെ 14 ലക്ഷം രൂപ ധനസഹായം നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെ ധനസഹായം നൽകാമെന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 കാട്ടാനകളാണ് ഈ ഏലത്തോട്ടത്തിന് സമീപം എത്തിയത്. അതിൽ ഒച്ചുതേവർ അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. കടുത്ത മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ കാട്ടാനക്കൂട്ടം തൊട്ടടുത്ത് എത്തിയത് കാണാൻ സാധിച്ചില്ല. പിന്നീട് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ ശബ്ദം കേട്ടാണ് നാട്ടുകാരെല്ലാം അവിടേക്ക് ഓടിയെത്തുന്നത്. അപ്പോഴേക്കും ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് അയാളെ കണ്ടെത്തുന്നത്. തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഈ ആനകളെ ജനവാസ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഏലത്തോട്ടം മേഖലയിൽ നിന്നും തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ അവിടെ കാട്ടാനക്കൂട്ടം ഉണ്ടെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. പലപ്പോഴും ഈ തൊഴിലാളികളാണ്, വാട്സപ്പൊക്കെ അവർ നോക്കാൻ അവർക്ക് സാധിക്കാറില്ല. അങ്ങനെ വാട്സപ്പിൽ നൽകിയ നിർദ്ദേശം കാണാതെ പോയതും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട്. 1 മാസം മുമ്പ് ചിന്നക്കനാലിൽ ഈ സംഭവം നടന്നതിന് കുറച്ച് കിലോമീറ്റർ മാത്രമുള്ള ചിന്നക്കനാലിൽ കഴിഞ്ഞ മാസമാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തത്. എന്തായാലും പ്രദേശത്ത് കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്നുണ്ടായ ഒരു മരണം. ശരി രാഹുൽ.